ഒരു കാര്യം സത്യസന്ധമായി പറയാമോ? ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ പുതിയൊരു ഡയറ്റോ വർക്കൗട്ടോ തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിലെ ഒരു പുതുമയും എക്സൈറ്റ്മെന്റും ഒക്കെയല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് തരുന്നത് ഈ പറയുന്ന ആവേശകരമായ കാര്യങ്ങളല്ല, മറിച്ച് കേൾക്കുമ്പോൾ വളരെ ബോറിംഗ് എന്ന് തോന്നുന്ന ചില ശീലങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വാ, നമുക്ക് ഫിറ്റ്നസ് ലോകത്തെ ഈ വലിയ കെട്ടുകഥ ഇന്ന് പൊളിച്ചെഴുതാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ കാശ് കൊടുത്തു വാങ്ങുന്ന ഒരു പുതിയ ഫോണോ കാണാൻ പോകുന്നൊരു സിനിമയോ ഒന്നുമല്ല. അത് ആസ്വദിക്കാനുള്ളൊരു എന്റർടൈൻമെന്റ് പ്രോഡക്റ്റ് അല്ല. അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അതായത് നമ്മൾ ശ്വാസമെടുക്കുന്നത് ഒരു വിനോദമല്ലല്ലോ, അല്ലെങ്കിൽ ദഹനം ഒരു വിനോദമല്ലല്ലോ. അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുന്നതും ഒരു അടിസ്ഥാന ശാരീരിക പ്രവർത്തനമാണ്. അതിനു വേണ്ടത് മോട്ടിവേഷനല്ല, മറിച്ച് സ്ഥിരതയാണ്. ഇതാണ് നമ്മളെല്ലാവരും പോയി വീഴുന്ന ഒരു പ്രധാന കെണി. ഫിറ്റ്നസ് ഇൻഡസ്ട്രി എപ്പോഴും നമുക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത് ആകർഷകമായ വഴികളാണ്. പുതിയതരം സൂപ്പർ ഫുഡുകൾ, ഭയങ്കര സങ്കീർണമായ വർക്കൗട്ടുകൾ, ഓരോന്ന് ട്രാക്ക് ചെയ്യാനുള്ള ആപ്പുകൾ. ഇതൊക്കെ തുടങ്ങാൻ നല്ല രസമായിരിക്കും, പക്ഷെ തുടങ്ങിയതിനേക്കാൾ വേഗത്തിൽ ആ ആവേശം കെട്ടടങ്ങുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥ വിജയം എവിടെയാണെന്നറിയാമോ? അത് ഒളിഞ്ഞിരിക്കുന്നത് ഈ ബോറിംഗ് എന്ന് തോന്നുന്ന, എന്നാൽ ഒരു മടുപ്പുമില്ലാതെ എല്ലാ ദിവസവും ആവർത്തിക്കാൻ പറ്റുന്ന ലളിതമായ ശീലങ്ങളിലാണ്. ശരി, അപ്പൊ ഒരു ചോദ്യം വരാം. എന്തുകൊണ്ടാണ് ഈ ബോറിംഗ് വഴികൾ ഇത്രയധികം ഫലപ്രദമാകുന്നത്? ഇതിനു പിന്നിലുള്ള സയൻസ് വളരെ രസകരമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് തന്നെ നമുക്കെങ്ങനെയാണ് ഒരു കെണി ഒരുക്കുന്നതെന്നും അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാമെന്ന് നോക്കാം. ഇവിടെയാണ് ആ അടിസ്ഥാനപരമായ പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഒരു സാഹസികനെ പോലെയാണ്. അതിന് എപ്പോഴും പുതിയ അനുഭവങ്ങൾ വേണം. ഓരോ പുതിയ ഡയറ്റ് പരീക്ഷിക്കുമ്പോഴും നമ്മുടെ തലച്ചോറ് ഡോപ്പമൈൻ എന്നൊരു ഫീൽ ഗുഡ് കെമിക്കൽ പുറത്തുവിടും. നമുക്കൊരു സന്തോഷം തോന്നും. എന്നാൽ നമ്മുടെ മെറ്റബോളിസം അങ്ങനെയല്ല. അതൊരു കണിശക്കാരനായ അക്കൗണ്ടന്റിനെ പോലെയാണ്. അതിന് പുതുമയെ പേടിയാണ്, സ്ഥിരതയും പ്രവചിക്കാൻ പറ്റുന്ന ഒരു റുട്ടീനുമാണതിനിഷ്ടം. നമ്മളിങ്ങനെ സ്ഥിരമായി പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് ജീവിതം ഒരടുക്കും ചിട്ടയും ഇല്ലാതെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശരീരം ഒരു അടിയന്തരാവസ്ഥയിലാണെന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ അത് കോർട്ടിസോൾ എന്നൊരു സ്ട്രെസ് ഹോർമോൺ പുറത്തുവിടും. ഈ ഹോർമോൺ ഒരു എമർജൻസി ബ്രേക്ക് പോലെയാണ്. അത് ശരീരത്തിലെ കൊഴുപ്പ് എരിച്ചു കളയുന്ന പ്രക്രിയ നിർത്തും. അതുമാത്രമല്ല, പ്രത്യേകിച്ച് വയറിനു ചുറ്റും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോ തിയറിയൊക്കെ മതി. ഈ ശാസ്ത്രീയ സത്യങ്ങൾ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം? നിങ്ങളുടെ ശരീരവുമായി യുദ്ധം ചെയ്യുന്നതിനു പകരം അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 4 ലളിതമായ ശീലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് നിങ്ങളുടെ പുതിയ ബ്ലൂ പ്രിന്റ്. നമ്മുടെ ആദ്യത്തെ ശീലം ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുതന്നെയാണ്: കോപ്പി പേസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന്റെ ആശയം സിമ്പിളാണ്. എല്ലാ ദിവസവും രാവിലെ എന്ത് കഴിക്കണമെന്ന ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് നമ്മുടെ തലച്ചോറിന് പൂർണ്ണമായും വിശ്രമം കൊടുക്കുക. ഇതാണ് ആദ്യത്തെ ഡോമിനോ. ഇത് ശരിയായി വീണാൽ മതി, ബാക്കിയുള്ളവയെല്ലാം താനെ അതിന്റെ വഴിക്ക് വീണോളൂ. ഇത് നടപ്പിലാക്കാൻ വെറും 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. 1. കുറഞ്ഞത് ഒരു 30 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തിരഞ്ഞെടുക്കുക. 2. അത് ചിലപ്പോൾ പുഴുങ്ങിയ മുട്ടയാവാം, ഗ്രീക്ക് യോഗേർട്ട് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഷേക്ക്, നിങ്ങൾക്കിഷ്ടമുള്ളത്. 3ാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. എല്ലാ ദിവസവും ഒരു മാറ്റവുമില്ലാതെ അത് തന്നെ കഴിക്കുക. ആവർത്തനമാണ് ഇവിടുത്തെ മാജിക്. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. 1. രാവിലെ എന്ത് കഴിക്കണം എന്നാലോചിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ മാനസിക ഊർജം ലാഭിക്കാം. 2. രാവിലെ തന്നെ ഉയർന്ന അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ വിശപ്പിന് കാരണമാകുന്ന ഗ്രലിൻ എന്നൊരു ഹോർമോണുണ്ട്. അതിനെ നമ്മൾ മണിക്കൂറുകളോളം പിടിച്ചുകെട്ടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഉച്ചവരെ മറ്റു ഭക്ഷണങ്ങളോടുള്ള ആ ഒരു ആസക്തിയെ നമ്മൾ മുളയിലെ നുള്ളിക്കളയുന്നു. ഇനി നമ്മുടെ 2ാമത്തെ ബോറിംഗ് ശീലം: ഒരു തുള്ളി വിയർക്കാതെ, ജിമ്മിൽ പോകാതെ നിങ്ങളുടെ ശരീരം ഭക്ഷണത്തെ ഉപയോഗിക്കുന്ന രീതിയെ അടിമുടി മാറ്റാൻ കഴിയുന്ന ഒരു ചെറിയ സൂത്രവിദ്യയാണിത്. നിയമം വളരെ ലളിതമാണ്. ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണത്തിനു ശേഷം, അത് ഉച്ചഭക്ഷണമോ അത്താഴമോ ആകട്ടെ, കഴിച്ച ഉടനെ എഴുന്നേറ്റ് ഒരു 10-15 മിനിറ്റ് പതുക്കെ അങ്ങ് നടക്കുക. അത്രയുള്ളൂ. വേണമെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടോ പാട്ട് കേട്ടുകൊണ്ടോ നടക്കാം. വേഗതയൊന്നും ഒരു വിഷയമേ അല്ല. ഇതാണ് ഇതിനു പിന്നിലെ ബയോളജിക്കൽ ഹാക്ക്. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടും. അപ്പോൾ ശരീരം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉപയോഗിച്ച് ആ പഞ്ചസാരയെ കൊഴുപ്പായി സ്റ്റോർ ചെയ്യാൻ നോക്കും.
എന്നാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മസിലുകൾ ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിച്ച് ആ പഞ്ചസാരയെ ഊർജ്ജത്തിനായി അങ്ങ് വലിച്ചെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ശരീരം ആ ഊർജ്ജത്തെ കൊഴുപ്പാക്കി മാറ്റുന്നതിന് മുൻപ് തന്നെ നമ്മളത് ഉപയോഗിച്ചു തീർക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ശീലം. കൊഴുപ്പ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റാൻ ശക്തിയുള്ള ഒരു പുതിയ ആശയമാണിത്. ഇത് ദിവസേനയുള്ള നമ്മുടെ ചലനങ്ങളെക്കുറിച്ചാണ്. സാധാരണ നമ്മളൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ വെക്കാറാണ് പതിവ്, അല്ലേ? ഉദാഹരണത്തിന് 10,000 സ്റ്റെപ്പുകൾ. പക്ഷേ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ തെറ്റാം. എന്നാൽ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഫ്ലോർ അങ്ങനെയല്ല. അത് നമ്മൾ ദിവസവും പല്ല് തേക്കുന്നത് പോലെയാണ്. അതിലൊരു ഒത്തുതീർപ്പുമില്ലാത്ത ഒരു മിനിമം സ്റ്റാൻഡേർഡ്. എല്ലാ ദിവസവും കുറഞ്ഞത് 8,000 ചുവടുകൾ നടന്നിരിക്കണം എന്നൊരു നിയമമുണ്ടാക്കുക. അതിൽ കുറയാൻ പാടില്ല, എത്ര വേണമെങ്കിലും കൂടുകയും ചെയ്യാം. കഠിനമായ കാർഡിയോ എക്സസൈസുകളേക്കാൾ ഫാറ്റ് ലോസിന് നടത്തം എന്തുകൊണ്ട് നല്ലതാണെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. നടത്തം ഊർജ്ജത്തിനായി ഉപയോഗിക്കുന്നത് പ്രധാനമായും നിങ്ങളുടെ ശരീരത്തിൽ സംഭരിച്ചുവെച്ച കൊഴുപ്പിനെയാണ്. അത് നിങ്ങളെ വല്ലാതെ ക്ഷീണിപ്പിക്കുകയോ വിശപ്പ് കൂട്ടുകയോ ചെയ്യുന്നില്ല. അതായത് ശരീരത്തിനൊരു സ്ട്രെസ്സും കൊടുക്കാതെ കൊഴുപ്പ് എരിച്ചു കളയാനുള്ള ഏറ്റവും മികച്ച മാർഗമാണിത്. ഇനി അവസാനത്തേതും എന്നാൽ ഇതുവരെ പറഞ്ഞ മറ്റെല്ലാ ശീലങ്ങളുടെയും ഫലത്തെ നിയന്ത്രിക്കുന്നതുമായ ഒരു മാസ്റ്റർ ഹാബിറ്റ്, നിങ്ങളുടെ ഉറക്കം തന്നെ. നിങ്ങളുടെ ഉറങ്ങുന്നതും ഉണരുന്നതുമായ സമയം സ്ഥിരമല്ലാത്തപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഓരോ ദിവസവും പുതിയൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്തതുപോലെയുള്ള ഒരു ജെറ്റ് ലാഗ് അനുഭവപ്പെടും. ഇത് 2 പ്രധാന ഹോർമോണുകളുടെ താളം തെറ്റിക്കും. വയറ് നിറഞ്ഞെന്ന് തലച്ചോറിന്റെ സിഗ്നൽ കൊടുക്കുന്ന ലെപ്റ്റിൻ എന്ന ഹോർമോൺ കുറയും, വിശപ്പ് കൂട്ടുന്ന ഗ്രെലിൻ കൂടും. ഫലമെന്താണെന്നോ? ഉറക്കം ശരിയെന്നാത്ത ഒരൊറ്റ രാത്രി മതി അടുത്ത ദിവസം നിങ്ങളുടെ ശരീരം കൊഴുപ്പ് സംഭരിക്കാനും മധുരമുള്ള ഭക്ഷണം കഴിക്കാനും വേണ്ടി സ്വയം പ്രോഗ്രാം ചെയ്യാൻ. ഈ പറഞ്ഞ 4 ശീലങ്ങളും വളരെ ലളിതമാണ്, വളരെ ഫലപ്രദവുമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് മിക്കവരും ഇത് തുടങ്ങി കുറച്ചാഴ്ചകൾക്കുള്ളിൽ നിർത്തുന്നത്? അതിന്റെ ഒരേയൊരു കാരണം മടുപ്പാണ്, ബോറടിയാണ്. സാധാരണയായി ഒരു 3-ാമത്തെ ആഴ്ച എത്തുമ്പോഴാണ് ഈ പ്രതിസന്ധി വരുന്നത്. നിങ്ങൾക്ക് ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ടാവും, പക്ഷേ തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന ആവേശം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലെ പുതിയ ഡയറ്റ് പ്ലാൻ നിങ്ങളെ മാടി വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അപ്പോൾ നിർത്താൻ തോന്നുന്നത്? കാരണം ഇതാണ്: വിരസത എന്നത് പരാജയത്തിന്റെ ലക്ഷണമല്ല, അതൊരു ഫിൽറ്ററാണ്. വെറുതെ ആഗ്രഹിക്കുന്നവരെയും ശരിക്കും ഫലം ആവശ്യമുള്ളവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അരിപ്പ. ആവേശം തീരുമ്പോൾ നിങ്ങൾ അച്ചടക്കത്തെ ആശ്രയിക്കാൻ തുടങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു സൂചന കൂടിയാണിത്. ആ ഒരു നിമിഷം അതിജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ശരി, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഇതാണ് യഥാർത്ഥ ഫലങ്ങൾ നൽകുന്ന നിങ്ങളുടെ പുതിയ, സിമ്പിൾ എന്നാൽ വളരെ ശക്തമായ ഒരു പ്ലേബുക്ക്. ഓർമ്മയിൽ വയ്ക്കുക, വെറും 4 കാര്യങ്ങൾ. 1. എല്ലാ ദിവസവും ഒരേ പ്രോട്ടീൻ അടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ്. 2. നിങ്ങളുടെ ഏറ്റവും വലിയ ഭക്ഷണത്തിനു ശേഷം 10 മിനിറ്റ് നടത്തം. 3. ദിവസവും കുറഞ്ഞത് 8,000 സ്റ്റെപ്പുകൾ എന്ന കർശനമായ നിയമം. 4. എല്ലാ ദിവസവും, അത് അവധി ദിവസങ്ങളായാൽ പോലും, ഒരേ സമയം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. ഒരുപക്ഷേ ഇത് കേൾക്കാൻ അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല, പക്ഷെ സത്യം ഇതാണ്: നല്ല ഫിറ്റായിരിക്കുന്ന ആളുകൾ രഹസ്യമായതോ ഭയങ്കര ആകർഷകമായതോ ആയ ഒന്നും ചെയ്യുന്നില്ല. അവർ ഈ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരു പ്രാർത്ഥന പോലെ, ഒരു മടുപ്പുമില്ലാതെ എല്ലാ ദിവസവും ആവർത്തിക്കുന്നു. അവരുടെ ഒരേ ഒരു രഹസ്യം സ്ഥിരത മാത്രമാണ്. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ കയ്യിലാണ്. ഫിറ്റ്നസ് ലോകം തരുന്ന താൽക്കാലികമായ വിനോദവും ആവേശവുമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ഈ വിരസമായ വഴിയിലൂടെ പോയി നിങ്ങൾ നേടിയെടുക്കുന്ന, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഫലത്തിന്റെ സംതൃപ്തിയാണോ? തീരുമാനം നിങ്ങളുടേതാണ്.